ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടെലിഫോൺ എക്സ്ചേഞ്ച് ഹാസ് 9,000 സബ്സ്ക്രൈബേഴ്സ് ഇഫ് ദ നമ്പർ ഓഫ് സെൽസ് originating at peak time is 10,000 in 1 hour. The calling rate is dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോളിംഗ് റേറ്റ് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോളിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്ത് വെച്ചോളുക. കോളിംഗ് റേറ്റ് ഇൻ എ ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോൾസ് പെർ സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്പർ ഓഫ് കോൾസ് പെർ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ആ കാര്യം ഓർത്തു വെച്ചേക്കുക. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 9,000 ആണ്. അത് മാത്രമല്ല നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് 10,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 10,000. അപ്പോൾ എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് കോൾസ് പെർ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 9,000 ഇങ്ങനെയാണ് വരിക. ദെൻ 10 by 9 എന്നാണ് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 10 by 9. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരേ ഒരു കാര്യം, കോളിംഗ് റേറ്റ് ഇൻ എ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈക്വൽ ടു നമ്പർ ഓഫ് കോൾസ് പെർ സബ്സ്ക്രൈബേഴ്സ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An analog voltage is in the range of 0 to 8 volt is divided in 8 intervals for conversion to 3-bit digital output. The maximum quantization error. ഇവിടെ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടൈസേഷൻ എറർ ആണ്. എങ്ങനെയാണ് ഒരു ക്വാണ്ടൈസേഷൻ എറർ വരിക? നമ്മളൊരു ഡയഗ്രാം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അനലോഗ് സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ക്വാണ്ടൈസ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഒരു പോയിന്റിൽ നമ്മുടെ ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് അനലോഗ് വാല്യൂവിനേക്കാൾ ഹയർ ആയി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പില്ലേ, ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്വാണ്ടൈസേഷൻ എറർ മാക്സിമം എന്ന് പറയുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്വാണ്ടൈസേഷൻ എറർ മാക്സിമം എന്ന് പറയുന്നത് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് ആണ്. ഓക്കെ, ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു സ്റ്റെപ്പ് സൈസ് ആണ്. സ്റ്റെപ്പ് സൈസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ എൽ ആണ്. ഇവിടെ എൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലെവൽസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ലെവൽസ്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നിട്ടുള്ളത്? അപ്പൊ നമുക്ക് ക്വാണ്ടൈസേഷൻ എറർ കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് വേണം? ഡെൽറ്റ അറിയണം. ഡെൽറ്റ അറിയണമെങ്കിൽ വി മാക്സ് മൈനസ് വി മിനിമം ബൈ എൽ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ വി മാക്സും വി മിനിമവും തന്നിട്ടുണ്ട്. വി മാക്സ് എന്ന് പറയുന്നത് 8 വോൾട്ടും വി മിനിമം എന്ന് പറയുന്നത് 0 വോൾട്ടും ആണ്. സോ അതിവിടെ ഉണ്ട്. പക്ഷെ എൽ എന്ന് പറയുന്നത് തന്നിട്ടില്ല. തന്നിരിക്കുന്നത് കൺവേർഷൻ ടു 3 ബിറ്റ് എന്നാണ്. നമ്പർ ഓഫ് ബിറ്റ്സ് n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ലെവല് കണ്ടുപിടിക്കാൻ L ഈക്വൽ ടു 2⁻³ ആണ്. അതായത് 2⁻n ആണ്. n ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെവൽ 2⁻n ആണ്. ദെൻ നമുക്ക് എന്താ കിട്ടുക? 8 എന്ന് കിട്ടും. ഇത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വി മാക്സ് മൈനസ് വി മിനിമം, അതായത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8 മൈനസ് 0 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. കാരണം എൽ ഇവിടെ 8 അല്ലേ. ദെൻ നമുക്ക് എന്താ കിട്ടുക? 1 എന്നാണ് ഡെൽറ്റയുടെ വാല്യൂ കിട്ടുക. അങ്ങനെ വരുമ്പോൾ QE മാക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ദെൻ ബൈ 2 ചെയ്യുമ്പോൾ 0.5 വോൾട്ട് എന്നാണ് കിട്ടുക. ഓപ്ഷനിൽ എന്തായിരിക്കും അപ്പോൾ വരിക? ഓപ്ഷൻ ബി 0.5 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ക്വാണ്ടൈസേഷൻ എററിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2. ഡെൽറ്റ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ആണ്. വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ എൽ ആണ് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് പൾസ് പ്ലേസ് എ കീ റോൾ ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ ക്വാണ്ടൈസ്ഡ് വാല്യൂ ആയിട്ട് വരുന്നത് എപ്പോഴും റെക്ടാങ്കുലർ പൾസസ് ആയിരിക്കും.
സോ ഇവിടെ എന്ത് തന്നെയാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റെക്ടാങ്കുലർ പൾസസ് പ്ലേസ് എ കീ റോൾ ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In WLAN, wireless LAN, the channel bandwidth is divided into dash subchannels with subcarrier frequency spacing 312. ഇതൊരു ഫാക്റ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക. നോർമലി നമ്മുടെ WLAN-ൽ the channel bandwidth is divided into 64 subchannels ആണ്. 64 subchannels ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. ഈച്ച് സബ്ചാനൽ carry 20 megahertz channel bandwidth. 20 megahertz channel bandwidth ഓട് കൂടിയ 64 സബ് ചാനൽസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ 64 ചാനൽസും എല്ലാം നെസസറി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. നമ്മുടെ 802.11 സബ് കാരിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലി 52 സബ് ചാനൽസ് ആണ്. അതും ഓർത്ത് വെച്ചിരിക്കുക. ടോട്ടലി 64 ഉണ്ട്, അതിൽ മിക്കതും നെസസറി അല്ല. സോ 52 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സബ് ചാനൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി 52 എന്നുള്ളതാണ് ആൻസർ വരിക. ഇൻ WLAN the channel bandwidth is divided into 52 sub channels with subcarrier frequency spacing 312.5 kHz. ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 20 മെഗാഹെർട്സ് ആയിരിക്കും എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a DSSS communication system, the processing gain in dB for the given SNR equal to 20 and PI by PS is equal to 100. ഇവിടെ DSSS എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ PI by PS എന്ന് പറയുന്നത് 100 ആണല്ലോ. PI by PSന്റെ DB ഇക്വലന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ 100 ആണ്. അതിനെ DBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 log 10 100 ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 20 dB ആണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു സർട്ടൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോസസ്സിംഗ് ഗെയിൻ ഇൻഡഫറൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ഇൻഡഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 dB ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 20 dB എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ദാൻ ദ സിഗ്നൽ വേർ PI by PS is equal to 100 ആണ്. അതായത് നമുക്ക് ഈ പ്രോസസ്സിംഗ് ഗെയിൻ 20 dB വേണം. എന്താണ്? നമ്മുടെ ഈ ഒരു സിഗ്നലിനെ സെയിം ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദ പ്രോസസ്സിംഗ് ഗെയിൻ ഇൻ DB ഫോർ ഗിവൺ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 20. അതായത് നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് ഗെയിൻ, എത്ര പ്രോസസ്സിംഗ് ഗെയിൻ ആണ് of 20 dB is required to bring the signal back to the same level as the interference. So ഇവിടെ വേണ്ടുന്ന പ്രോസസ്സിംഗ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ 20 dB ആയിരിക്കും. ഓപ്ഷൻ എ is the right answer. Next question. Given a carrier frequency of 100 kHz and modulating frequency of 2 kHz, the frequencies present in the AM carrier wave. നമുക്കറിയാം AM-ൽ എന്തൊക്കെയാണുള്ളത്? AM-ൽ 2 സൈഡ് ബാൻഡ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കാരിയർ ഉണ്ടാവും. ഇത് FC, ഇത് FC മൈനസ് FM, ഇത് FC പ്ലസ് FM. ഇത്രയായിരിക്കും ഒരു AM-ൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരിയർ ഫ്രീക്വൻസി FC എന്ന് പറയുന്നത് 100 kHz ആണ്. ദെൻ അത് നമ്മുടെ സിഗ്നലിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണ്? 2 kHz ആണ്. ദെൻ FC പ്ലസ് FM അതായത് 102 kHz, 100 പ്ലസ് 2 kHz അതുണ്ടാവും. FC പ്ലസ് FM ഉണ്ടാവും. ദെൻ FC മൈനസ് FM ഉണ്ടാവും. FC മൈനസ് FM എന്താണ്? 100 മൈനസ് 2 അതായത് 98 kHz ഉണ്ടാവും. അപ്പോൾ 100 ഉണ്ടാവും, 102 ഉണ്ടാവും, 98 ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 100 kHz കാരിയർ, ഇത് FC മൈനസ് FM, ഇത് FC പ്ലസ് FM. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ AM ട്രാൻസ്മിഷനിൽ ഏതൊക്കെ ഫ്രീക്വൻസീസ് ആണ് പ്രസന്റ് എന്ന് ചോദിച്ചാൽ FC ഉണ്ടാവും, FC പ്ലസ് FM ഉണ്ടാവും, FC മൈനസ് FM ഉണ്ടാവും. ഇത് ക്വസ്റ്റ്യൻ
അല്ലാണ്ടും ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് മോഡുലേഷൻ ഫ്രീക്വൻസി 2 kHz മാത്രമാണ്. അതല്ലാണ്ട് വേറെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി തന്നാൽ FM1, FM2, FM3 അങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, അതിന്റെ ഒക്കെയും FC+FM, FC-FM കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫ്രീക്വൻസീസ് ഒക്കെയും നമ്മുടെ ഈ AM ട്രാൻസ്മിഷനിൽ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. നമുക്കറിയാം ഏറ്റവും നല്ലൊരു ട്രാൻസ്മിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ലോ ലോസ് ആണ്. അത് കറക്റ്റ് ആണ്, ലോ ലോസ് ആണ്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു അഡ്വാൻറ്റേജ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ നമുക്ക് വൈഡ് ബാൻഡ് വിഡ്ത്ത് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. പക്ഷേ ലോ കോസ്റ്റ് അല്ല. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന് ഹൈ കോസ്റ്റ് ആണ് വരിക. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു അഡ്വാൻറ്റേജ് അല്ല, ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തിന്റെ? ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ് ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അഡ്വാൻറ്റേജ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് ഇൻ. ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീമോഡുലേറ്റർ ആണ്. ഡീമോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമോഡുലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? റിസീവർ സൈഡിലാണ്. നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ റിസീവർ സൈഡിൽ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡീമോഡുലേഷൻ അഥവാ ഡിറ്റക്ടർ. ഡിറ്റക്ടർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഡീമോഡുലേഷൻ ഓഫ് സിഗ്നൽ. സോ റിസീവർ ഓൺലി എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മോഡുലേറ്റർ എന്താ ചെയ്യുക? നമ്മുടെ ഒരു നോർമൽ ട്രാൻസ്മിറ്റിംഗ് സിഗ്നലിനെ ഹയർ കാരിയർ ഫ്രീക്വൻസിയുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് റിസീവർ സൈഡിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് ആ മെസ്സേജ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു. ഓക്കെ ആണല്ലോ? സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പിളർ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അത് നമ്മൾ ആദ്യം അനലോഗ് സിഗ്നൽസിനെ കൺവേർട്ടഡ് ടു ഡിജിറ്റൽ സിഗ്നൽ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രോസസ്സ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആയിരിക്കും, ദെൻ ക്വാണ്ടൈസിങ്, ദെൻ എൻകോഡിങ്. ഇത്രയും പ്രോസസ്സാണ് നടക്കുക. സാമ്പിളിംഗ് ഉണ്ടാവും, ക്വാണ്ടൈസിംഗ് ഉണ്ടാവും, എൻകോഡിംഗ് ഉണ്ടാവും. അതിൽ സാമ്പിളിംഗിൽ ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ സിഗ്നൽ എങ്ങനെയാണ്? റെഗുലർ ഇന്റർവെല്ലിലുള്ള ഒരു ഡിസ്ക്രീറ്റ് ടൈം വാല്യൂ സിഗ്നൽസ് ആയിട്ടാണ് സാമ്പിളിംഗ് കൺവേർഷൻ നടത്തുക. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിൾഡ് വാല്യൂസിനെ റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ലെവൽ ഫ്രം ദ സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ലെവൽ. അതാണ് ഇവിടെ ക്വാണ്ടൈസിംഗിൽ ചെയ്യുക. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ each quantized level is represented by a unique binary code. ആ യൂണിക് ബൈനറി കോഡ് അസൈൻ ചെയ്യുന്നത് ഏത് പ്രോസസ്സിൽ വെച്ചിട്ടാണ്? എൻകോഡിംഗ് പ്രോസസ്സിൽ വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ സാമ്പിളറിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പിളർ സാമ്പിളിംഗ് എന്ന ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുക. കൺവേർട്ടിംഗ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം കൺവേർട്ടിംഗ് അനലോഗ് സിഗ്നൽ ടു സാമ്പിൾഡ്. Analog signal is sampled at a regular interval, then converting it into series of discrete time values. Okay, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the main advantages of PCM over analog modulation എന്ന് പറയുന്നത് നോയിസ് ഇമ്മ്യൂണിറ്റി ആണ്. നമുക്കറിയാം PCM പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോയിസ് ഇമ്മ്യൂണിറ്റി ആണ്. സിംപ്ലക്സ് ഓപ്പറേഷനും റെഡ്യൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് ഒന്നും അല്ല. അതൊന്നും അച്ചീവ് ചെയ്യാൻ നമുക്ക് AM പോലെ ഇതിന് കഴിയുന്നില്ല. പക്ഷേ നോയിസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് PCMൽ AM വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, communication circuit that transmit data in both direction at the same time ആർ ഓപ്പറേറ്റിംഗ് ഇൻ. ഒരേ സമയത്ത് തന്നെ നമുക്ക് ട്രാൻസ്മിഷനും റിസപ്ഷനും പോസിബിൾ ആക്കുന്ന മോഡാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ഡേറ്റ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്നത് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. നമുക്കറിയാം ഒരു ടെലിഫോണിക് സിസ്റ്റം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം തന്നെ അങ്ങോട്ടേക്കും സംസാരിക്കാൻ പറ്റും, തിരിച്ചും സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ പറയുന്ന ഇതെന്ന് പറയുന്നത് ഏതിൽ വരും? നമ്മുടെ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിൽ വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി പോസിബിൾ
വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ സിംപ്ലക്സിൽ. പക്ഷെ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ബോത്ത് ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കും, പക്ഷെ സെയിം ടൈമിൽ പറ്റില്ല. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്മിഷൻ ഈസ് അവൈലബിൾ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അതായിരിക്കും ഫുൾ ഡ്യൂപ്ലെക്സ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.